أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. മാന്യ സഹോദര സഹോദരന്മാരെ, ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവരുടെ നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച അത്ഭുത സംഭവത്തെക്കുറിച്ചായിരുന്നു. അത് ആദ്യ കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എങ്കിലും അവരുടെ 23 വർഷത്തിലുള്ളതായ നുബുവത്ത് ജീവിതത്തിലൂടെ ഉണ്ടായിരുന്ന മഹാ അത്ഭുതമാണ് ആ സംഭവം. അത് ഇപ്പോൾ റജബ് മാസമായതുകൊണ്ടും ജനങ്ങൾ പലരും റജബ് മാസത്തിലാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും മക്ക ഇമാമ് അതിനെക്കുറിച്ച് വിശദീകരിച്ചതായിരിക്കാം. അല്ലാഹു ആലം. ഏതായാലും മനുഷ്യ ബുദ്ധിക്ക് ഗോചരമല്ലാത്തൊരു സംഭവമായിരുന്നു അത് അള്ളാഹുവിൻ്റെ വിശാലമായ, നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത രൂപത്തിലുള്ളതായ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നാം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ ബാധ്യതയും കൂടിയാണ്. നാം പല പല കാര്യങ്ങളും സത്യവിശ്വാസികളാകുമ്പോൾ അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നത് നമ്മുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എ മുതൽ സെഡ് വരെ രഹസ്യങ്ങൾ എന്താണെന്നും ഹിക്മത്ത് എന്താണെന്നും അറിഞ്ഞോളണമെന്നില്ല, വിശദീകരണവും അറിഞ്ഞോളണമെന്നില്ല. കാരണം നമ്മോട് അള്ളാഹു പറഞ്ഞാൽ മതി. അപ്രകാരം അള്ളാഹു നിയോഗിച്ചതായ നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് സ്ഥിരീകരിച്ചാലും മതി നമുക്ക് വിശ്വസിക്കാൻ. അത് നമ്മുടെ ബുദ്ധിക്ക് ഗോചരമായതാവട്ടെ അല്ലാത്തതാവട്ടെ. എന്നാൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശുദ്ധ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ സിദ്റത്തുൽ മുൻതഹ വരേക്കും അള്ളാഹുമായുള്ളതായ മുഖാത്തബത്ത് നടത്താൻ വേണ്ടിയും മുനാജാത്ത് നടത്താൻ വേണ്ടിയും കൊണ്ടുപോയി ഒരു രാത്രിയുടെ മധ്യത്തിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ഉറങ്ങുന്ന വിരിപ്പിലേക്ക് മടങ്ങി വരികയും ചെയ്തു എന്നതായിരുന്നു സംഭവം. അതിന്റെ ആദ്യ ഭാഗം ഇസ്രാഇ എന്ന് പറയപ്പെടും, അവസാനത്തെ ഭാഗം മിഅ്റാജ് എന്ന് പറയപ്പെടും. ഇസ്ലാമിന്റെ സാങ്കേതിക പദത്തിൽ, ഖുർആനിന്റെ ഭാഷയിൽ ഇസ്രാഇ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തന്നെ വിവരിക്കുന്ന ശൈലിയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അള്ളാഹു പരിശുദ്ധനത്ര. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം നടത്തിയവനാണവൻ. രാത്രിയിൽ ആ റസൂലുള്ളാഹിയെ കൊണ്ടുപോയി മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാകുന്ന മക്കയിൽ നിന്നിട്ട് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അതെ, അവിടെ നിന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിശദീകരിക്കുന്നത് അവിടെ മുതൽ പിന്നെ ഞാൻ എന്ത് കണ്ടു എന്നത്. ആ വിശദീകരിക്കുന്ന ഭാഗം സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നതിലേക്ക് തെളിവായും കൊണ്ട് നമുക്ക് സൂറത്തുൻ നജ്മ് പരിശോധിച്ചാൽ അവിടെ നിന്ന് അപ്പുറം സംഭവിച്ച സംഭവ വികാസങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്ന ശൈലി സൂറത്തുൻ നജ്മിലുണ്ട്. വലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, വളരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി എന്ന് അവിടെ പറയുന്നതായി കാണാം അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ അതാണെങ്കിലും ഇതാണെങ്കിലും, ഇസ്രാ ആണെങ്കിലും മിഅ്റാജ് ആണെങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണടച്ച് വിശ്വസിക്കൽ നിർബന്ധമാണ്, ബാധ്യതയാണ്. അത് നിഷേധിക്കുന്നവര് ഒന്നിരിക്കലോ മതം പൊട്ടിയവൻ, അല്ലെങ്കിൽ മുൽഹിദ് അഥവാ നിരീശ്വരവാദി, അല്ലെങ്കിൽ ഹദീസ് നിഷേധികളാകുന്ന ഖുർആൻ നിഷേധികൾ, അങ്ങനെയുള്ളവരല്ലാതെ ആ അത്ഭുത സംഭവത്തെ നിഷേധിക്കുന്നതല്ല.
അതിനെ ഹുഫാദുകളായ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇവിടെ അവതരിപ്പിച്ചതായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനും അതിന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തും ബൈഹാർട്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് സൂക്ഷ്മതയോടുകൂടി എത്തിച്ചു തന്നതായ നമ്മുടെ അനിഷേധ്യ നേതാക്കളാകുന്ന സഹാബാക്കളിൽ നിന്നിട്ട് 25ഓളം പേര് ആ ഹദീസിനെ അഥവാ ഇസ്രാഇന്റെയും മെഹറാജിന്റെയും ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി ഡോക്ടർ അൽ ജുഹാനി. അതെ, അത് യഥാർത്ഥത്തിൽ ആ സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകളെ അവരിൽ നിന്നിട്ട് നേരിട്ട് കേട്ടതായ താബിഈങ്ങളും താബിഈങ്ങളുമെല്ലാം അവരെ സ്വീകാര്യോഗ്യവാന്മാരും സബത്തും സിഖത്തും ആയ നമുക്ക് കണ്ണടച്ച് അംഗീകരിക്കാൻ പറ്റുന്നതായ റൂട്ടിലൂടെ വഴിയിലൂടെയാണ് ആ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. അവസാനമായിട്ട് നമ്മുടെ അനിശ്ചിത നേതാക്കൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന പണ്ട് മുതൽ ഇന്ന് വരെ, സഹബാക്കളുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ സത്യവിശ്വാസികൾ തീരുമാനിക്കുന്ന ഇജ്മാഅോടുകൂടി അംഗീകരിക്കുന്നതായ ഒരു സംഭവമാണ് ഇസ്രാ ആണെങ്കിലും മെഹറാജ് ആണെങ്കിലും. അതേ സമയത്ത് മക്ക ഇമാം പറഞ്ഞതുപോലെ വയബല്ലാഹു ഇല്ല അൻ യുത്തിമ്മ നൂറ, നിഷേധിക്കുന്നവർ നിഷേധിച്ചോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രകാശത്തെ ഇവിടെ സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും ലോകവ്യാപകമാക്കാനും തീരുമാനിച്ച് തന്നെയാണ്. അത് മുൽഹിദീങ്ങൾ വെറുത്താലും മുശ്രിക്കീങ്ങൾ വെറുത്താലും അപടവിശ്വാസികൾ വെറുത്താലും ഹദീസ് നിഷേധികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആൻ നിഷേധികൾ എതിർത്താലും ആര് എതിർത്താലും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആ പ്രകാശം അത് ഇവിടെ ഭൂമിയിൽ സ്ഥിരീകരിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും വ്യാപകമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിന്റെ ചില ഭാഗമാണ് ഇന്ന് മക്ക ഇമാം പിന്നെ തുടർന്ന് പറഞ്ഞത്. മഹാനായ അനസ് പറയുന്ന ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ബുറാഖുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന മക്കയിലേക്ക് വന്ന സംഭവം മുതൽ തുടരുന്നു, അല്ലെങ്കിൽ ആരംഭിക്കുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതായ ബുറാഖിനെ കുറിച്ച് ദാബത്താണ് ദൂനൽ ബഗ്ലി വഫൗഖൽ ഹിമാർ, കഴുതയേക്കാൾ വലുതും അതുപോലെ തന്നെ കോവർ കഴുതയേക്കാളും ചെറുതുമാണ്, അങ്ങനെയുള്ള ഒരു മൃഗമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ സാധാരണ മൃഗമല്ല, യളഉ ഹാഫിറഹു, കണ്ണെത്തുന്ന സ്ഥലത്ത് കാലെത്തുന്നതായ മൃഗമാണത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയതായ വാഹനം അത്ഭുത വാഹനമാണ് എന്നല്ലാതെ സാധാരണ നമുക്ക് ഞാൻ മുഖവുര നൽകിയതുപോലെ മക്കായിമാം മുഖവുര നൽകിയതുപോലെ നമുക്ക് ബുദ്ധിക്ക് ഗോചരമല്ല എങ്കിലും നാം അത് കണ്ണടച്ച് അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുന്നതായ ശൈലിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് ചെന്നു. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുക്കിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ഒരു പാത്രത്തിൽ കള്ളും മറ്റൊരു പാത്രത്തിൽ പാലുമായി സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് പാലിനെയായിരുന്നു. അപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഇഖ്തർതൽ ഫിത്ര, നിങ്ങൾ ആ പ്രകൃതി മതത്തിന്റെ ആ ക്ലിയറായ ചിന്തയിൽ കൂടി ചിന്തിച്ചുകൊണ്ടാണ് എടുത്തത്. അഥവാ പ്രകൃതി മതം ജനങ്ങളെ നയിക്കുന്നത് ഫിത്രത്തല്ലാഹി ലത്തി ഫത്തറന്നാസ അലൈഹ എന്ന് അല്ലാഹു ഖുർആൻ സൂചിപ്പിച്ച ആ ആയത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ആ പ്രകൃതി മതം ലോകത്തിൽ എല്ലാവരെയും നയിക്കുന്നത് അത് സത്യത്തിലേക്കാണ്, അത് തൗഹീദിലേക്കാണ്. അത് ഒരിക്കലും മറ്റു മതങ്ങളിലേക്കോ ഇസങ്ങളിലേക്കോ അനാചാരങ്ങളിലേക്കോ നയിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇവിടെ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുട്ടികളും ഈ ഫിത്രത്താകുന്ന മതത്തിന്റെ ഉടമയായിട്ടാണ്, ആ മതത്തിന്റെ മേലിലാണ് ജനിക്കപ്പെടുക, ഇവിടെ പ്രസവിക്കപ്പെടുക. അബവാഹു, അങ്ങനെ ആ കുട്ടി സ്വയം വളരാതെ ആരെങ്കിലും അവനെ വളർത്തുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണെങ്കിൽ അബവാഹു, അവന്റെ മാതാപിതാക്കൾ യഹൂവിദാനിഹി, അവനെ ജൂതനാക്കി വളർത്തുന്നു, ജൂതന്മാരാണ് വളർത്തുന്നതെങ്കിൽ, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കി വളർത്തുന്നു, ക്രിസ്ത്യാനികളാണ് അവരുടെ മാതാപിതാക്കൾ എങ്കിൽ, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ മജൂസിയായിട്ട് വളർത്തുന്നു, തീനെ ആരാധിക്കുന്ന മജൂസിയായി വളർത്തുന്നു, മജൂസികളാണ് അവരുടെ മാതാപിതാക്കൾ എങ്കിൽ. അതേ
സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യുമസ്ലിമാനിഹി എന്ന് പറഞ്ഞില്ല, മുസ്ലിമാക്കി വളർത്തുന്നു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞില്ല. കാരണം മനുഷ്യൻ അവനെ സ്വയം വിടുകയാണെങ്കിൽ അവൻ വളരൽ മുസ്ലിമായിട്ട് തന്നെയായിരിക്കും. കാരണം ഈ മതം ഫിത്രത്തിന്റെ മതമാണ്. ആ ഫിത്രത്തിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. പാലിനെ സെലക്ട് ചെയ്തതുകൊണ്ട് വിരോധിക്കപ്പെടാൻ പോകുന്ന ആ സന്ദർഭത്തിൽ കള്ള് വിരോധിക്കപ്പെട്ടിട്ടില്ല. വിരോധിക്കപ്പെടാൻ പിൻകാലഘട്ടത്തിൽ മദീനയിൽ റസൂലുള്ള വന്ന ശേഷം വിരോധിക്കപ്പെടാൻ പോകുന്നതായ ആ ഹംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തില്ല എന്നതാണ്. അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിയെ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഓർഡറും കൽപ്പനയും അനുസരിച്ചിട്ട് ആകാശത്തിലേക്ക് കയറ്റുകയുണ്ടായി. അങ്ങനെ ഓരോ ആകാശങ്ങളിലേക്ക് വിട്ടുകടക്കുമ്പോൾ ആ ആകാശങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കപ്പെടുകയും അവിടെയുള്ളതായ നബിമാരുമായിട്ട് കാണാനുള്ളതായ ചാൻസ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ അത്ഭുതമാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ചോദ്യമില്ല, നബിമാരൊക്കെ മരിച്ചിട്ടില്ലേ, എങ്ങനെയാണ് അവർ ആകാശത്തിലേക്ക് എത്തിയത് എന്ന്. അള്ളാഹുവിന്റെ ആ മഹാകഴിവ് കൽപ്പുകൊണ്ട് അവന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഐനുൽ യഖീനും ഹഖുൽ യഖീനുമായിട്ട് ശരിക്ക് ജിബ്രീൽ നിന്നിട്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ മതത്തെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയതായ നബിമാരെയെല്ലാം അവിടെ ഹയാത്താക്കിയിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് മീറ്റ് ആവാനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുത്തു. അക്കൂട്ടത്തിൽ ആദ്യമായിട്ടും അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയാണ് കണ്ടത്. അത് ആദം അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അവരുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മഹാജനാവലി അല്ലെങ്കിൽ മഹാകറുത്ത ഒരു തിങ്ങി വസിക്കുന്നവരുടെ ഒരു ശൈലിയാണ് കണ്ടത്. ചോദിക്കപ്പെട്ടു എന്താണിത് എന്ന്. അപ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാം വലത് ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ചിരിക്കുകയും ഇടത് ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ മഹാനായ മലക്ക് മറുപടി പറയുകയുണ്ടായി, ജിബ്രീലായിരിക്കാം, മറുപടി പറയുകയുണ്ടായി, അവരുടെ വലത് ഭാഗത്തുള്ളവര് ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്, അവര് സ്വർഗവാസികളാണ്. ഇടത് ഭാഗത്തുള്ളവര് ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്, അവർ നരകവാസികളാണ് എന്ന് പറയപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു വളരെ വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തപ്പെട്ട ആ രംഗം നമുക്ക് തുടക്കത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അള്ളാഹു റസൂലുള്ളാഹിയെ ഒരു അടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സന്ദർഭവും ഇഷ്ടപ്പെടുന്ന രംഗത്തിൽ പറയാറുള്ള വാക്കും അവർക്ക് കൊടുക്കാറുള്ള അഡ്രസ്സുമാണ് അബ്ദ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നൽകിയതായ സ്റ്റാൻഡേർഡിൽ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇസ്ലാം കഴിഞ്ഞാൽ, നുബുവത്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹിയെ ഇസ്രാഇന് വേണ്ടിയും മെഹ്റാജിന് വേണ്ടിയും കൊണ്ടുപോവുക എന്നതായ അത്ഭുത സംഭവം. ആ സംഭവത്തിലേക്ക് സൂചന നൽകിയും കൊണ്ട് ഇസ്രായിനെ കുറിച്ച് അള്ളാഹു സംസാരിച്ച വേളയിൽ പറഞ്ഞതാണ് എന്ത്, രക്ഷിതാവായ റബ്ബ് പരിശുദ്ധനത്രേ. ഇങ്ങനെയുള്ള രക്ഷിതാവാണ്. അവന്റെ ആ റബ്ബിന്റെ അടിമയെ എന്ത് ചെയ്തു, ഇസ്രാ ചെയ്തു, പ്രയാണം നടത്തി. അപ്പോൾ അടിമ എന്ന ആ ഓമന പേര് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഇസ്രാന്റെ തുടക്കം തന്നെ ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെയുള്ളതായ ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ദൃഷ്ടാന്തങ്ങളെ ആയാതിന എന്നതായ അതേ വാക്കാണ് ഞാൻ നിങ്ങൾ അല്പം മുമ്പ് സൂറത്തുൽ നജ്മിൽ നിന്നിട്ട് കേൾപ്പിച്ചതായ ആയത്ത്, വലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അള്ളാഹുവിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്നിട്ട് വലിയ 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 ആയാത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിച്ചു കൊടുത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് കാണാനുള്ള ചാൻസ് ഉണ്ടായി എന്ന് അള്ളാഹു തന്നെ നമുക്ക് ഇറക്കിയതായ ആ അത്ഭുത ഗ്രന്ഥത്തിൽ, ലോകാത്ഭുത ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അതെ, അവിടെ എത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഅമൂറിനെ കാണിക്കപ്പെട്ടു. ബൈത്തുൽ മഅമൂർ എന്നതായ ആ വീട് ഒരു അത്ഭുത വീടാണ്. ആ വീട്ടിലേക്ക് 70,000 മലക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ 70,000 ഖിയാമത്ത് നാൾ വരെ പ്രവേശിക്കുന്നതല്ല. പിന്നെ പിറ്റേ ദിവസം കടക്കുന്നവര് പുതിയ മലക്ക്, പുതിയ 70,000 പേരാണെന്നാണ്. അതിൽ നിന്നിട്ട് മലക്കുകളുടെ എണ്ണം മനസ്സിലാക്കാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചു എന്നതുപോലെ ലോകത്തിന് ആ സകലം, നമുക്ക് ആ സകലം റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ ആ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതം പാലിക്കാത്തവരും വിപരീതം നടക്കാത്തവരുമായ ഒരു മഹാജീവികളാണ് അവർ എന്ന് വിശേഷിപ്പിച്ചതായ ആ മലക്കുകൾ, അവിടെ മലക്കുകളിൽ നിന്നിട്ട് ചിലർ അവിടെ അവരുടെ ഡ്യൂട്ടി ഒരു ദിവസം ബൈത്തുൽ മഅമൂറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കടക്കയില്ല എന്നാണ്. അങ്ങനെയുള്ള ബൈത്തുൽ മഅമൂർ കണ്ടതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയെ കാണുകയുണ്ടായി. ആ സിദ്റത്തുൽ മുൻതഹ, അതും നേരത്തെ പറഞ്ഞതുപോലെ വലഖദ് റആഹു ഇൻദ സിദ്റത്തുൽ മുൻതഹ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ തന്നെ ഉണ്ട്. പക്ഷേ മലക്കിന്റെ കോലത്തിൽ ജിബ്രീലിനെ അള്ളാഹ് സൃഷ്ടിച്ച 600 ചിറകിന്റെ ഉടമയായ ആ അത്ഭുത സൃഷ്ടി, അത്ഭുതം എന്നൊക്കെ ഞാൻ പറയുമ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുതം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമല്ല. ആ അത്ഭുത സൃഷ്ടിയായ ആ മലക്കിനെ യഥാർത്ഥ കോലത്തിൽ ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മക്കയിൽ വെച്ചിട്ട് ഒരു തവണ റസൂലുള്ളാഹി കാണുകയുണ്ടായി. അന്തരീക്ഷം ആ സകലം ഒരു ചിറക് വിടർത്തിയപ്പോൾ ആ സകലം അത് ആ ചിറകിലൂടെ മീതെ നിന്ന് സൂര്യന്റെ വെളിച്ചം തട്ടാതിയായി മാറി ഭൂമിയിലേക്ക്. അത് ഒരു ചിറക് വിടർത്തിയപ്പോൾ എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ളതായ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ ഭൂമിയിൽ നിന്നിട്ട് ഒരു പ്രാവശ്യം കണ്ടു. മറ്റൊരു പ്രാവശ്യത്തിൽ അള്ളാഹു പറയുന്നു വലഖദ് റആഹു, പിന്നെയും ആ റസൂലുള്ളാഹി ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ എന്നതായ അത്ഭുത വൃക്ഷത്തിന്റെ അടുക്കൽ വെച്ചിട്ട്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, അതും നമുക്ക് ബുദ്ധിക്ക് ഗോചരമല്ല. യഗ്ഷ സിദ്റത മാ യഗ്ഷ എന്ന് പറഞ്ഞാൽ അതിനെ പൊതിയുന്നതായ അത്ഭുതങ്ങൾ പൊതിയുന്നുണ്ട്. ഏതിനെ? ആ സിദ്റത്തിനെ, ആ വൃക്ഷത്തെ, ആ അത്ഭുതങ്ങളെയെല്ലാം കാണാൻ, അത്ഭുതത്തോടു കൂടിയുള്ളതായ അത്ഭുത വൃക്ഷത്തെ കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയുണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ സ്റ്റാൻഡേർഡ് ഉയർത്തി, റസൂലുള്ളാഹിയെ ഉയർത്തി. ഏതുവരേക്കും അവിടെയുള്ളതായ അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ ആ അഖ്ലാമുകളുടെ, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടികളിൽ പെട്ടതാണ് കലമ് എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ആ അഖ്ലാമിന്റെ, അള്ളാഹുവിന്റെ അത്ഭുത പേനയാണത്. ആ അത്ഭുത പേനയെ കുറിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടർ എന്നോ ഇന്നത്തെ നെറ്റ് എന്നോ ഒന്നും പറഞ്ഞാൽ പോരാ. അതിനെക്കുറിച്ച് നമുക്ക് കണ്ണടച്ച് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവര് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ രൂപത്തിൽ നാം വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പുകൾ. അതിൽപ്പെട്ടതാണ് കലം. ആ കലമിന്റെ എഴുത്തിന്റെ ശബ്ദവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കേൾക്കാൻ സാധിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചയിട മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമായ കാര്യങ്ങളൊക്കെ അവിടെ കുറിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായ ഒരു അത്ഭുത അള്ളാഹുവിന്റെ കലമാണ് അവിടെയുള്ളതായ ആ കലം ലൗഹുൽ മഹ്ഫൂദ്. അവിടെ വരേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്താൻ സാധിച്ചു. അവിടെ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിഅ്റാജ് നടത്തിയതായ രാത്രിയിൽ 5 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ മക്ക ഇമാം ഇന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനും ഷോർട്ടാക്കുന്നത്. കാരണം വിശദീകരിച്ച് പറയാൻ നമുക്ക് നമ്മുടെ ടൈം അനുവദിക്കുന്നതും അല്ലല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 5 വഖ്ത് നമസ്കാരം അവിടെ നിന്ന് നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ 5 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതായ ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്താൻ, അള്ളാഹുമായിട്ട് സംസാരിക്കാനുള്ളതായ ചാൻസ് ഉണ്ടാവുകയും ചെയ്തു. ഒരു തടസ്സവുമില്ലാതെ, ആരും മധ്യത്തിലില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്രാഇന്റെ രാത്രിയിൽ സംസാരിക്കുകയുണ്ടായി. അവിടെ ചർച്ചയുള്ളത് നബി നേരിട്ട് കണ്ടോ ഇല്ലേ എന്നതിലാണ്. ഏതായാലും ഹൃദയ കണ്ണുകൊണ്ട് കണ്ട് എന്നതിൽ ആരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമായി സംസാരിച്ചു. സമ്മാനമായിട്ട് ഉമ്മത്തുകൾക്ക് അവരുടെ ബാധ്യത എന്നോണം അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഏറ്റെടുത്തതാണ്, വാനലോകത്തിൽ നിന്നിട്ട് ഏറ്റെടുത്തതാണ്. എന്തഹാ ജന്നത്തുൽ മഅവ, ജന്നത്തുൽ മഅവ സ്ഥിതി ചെയ്യുന്നതായ ലോകത്തിൽ നിന്നിട്ട് ഏറ്റെടുത്തതാണ്. ജന്നത്തുൽ മഅവ നിസ്കരിച്ചവർക്ക് പോകാനുള്ള ആ സ്വർഗ്ഗലോകമാണല്ലോ. ആ സ്വർഗ്ഗലോകത്തിന്റെ പരിസരത്തിൽ വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല 5 വഖ്ത് നിർബന്ധമാക്കി കൊടുത്തത്. ആദ്യം നിർബന്ധമാക്കിയപ്പോൾ അള്ളാഹു പ്രത്യേകം അവൻ ഉദ്ദേശിച്ച ഹിക്മത്തിന് വേണ്ടി 50 നിർബന്ധമാക്കിയത്. എന്നിട്ട് അത് ഷോർട്ടാക്കി കുറച്ച് 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 തഖ്ഫീൽ ചെയ്ത് അവസാനം 5 എത്തുകയും എന്നിട്ട് അവസാനമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത് 5 എണ്ണത്തിൽ, അതേ സമയത്ത് വണ്ണത്തിൽ അഥവാ പ്രതിഫലത്തിൽ അത് 50 എന്ന് അവിടെ നിന്ന് സന്തോഷവാർത്ത നൽകുകയുണ്ടായി. ആ സന്തോഷവാർത്ത നൽകുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ മഹായാത്രയിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയതായ ആ സംഭവത്തിൽ അള്ളാഹു നൽകിയതായ സംഭാവനയിൽപ്പെട്ടതാണ് ഈ 5 വഖ്ത് നമസ്കാരത്തോടൊപ്പം നമുക്ക് ഇറങ്ങിയതായ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. അത് അവിടെ നിന്ന് ഹദിയയായിട്ട് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അഥവാ നമുക്കറിയാവുന്നതുപോലെ ആമന റസൂൽ മുതൽ ഉള്ളതായ ആയത്തുകൾ. അതുപോലെ തന്നെ അവിടെ നിന്ന് സന്തോഷവാർത്ത നൽകപ്പെട്ടു. 3ാമത്തെ ഹദിയ, 3ാമത്തെ സംഭാവന. അതെന്താണ്? അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ആര് എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, എന്നെ മാത്രം ആരാധിച്ച്, എനിക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത്, എനിക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച മുഹിദ് ആരുണ്ടുവോ, ശിർക്ക് ചെയ്യാത്തവൻ ആരുണ്ടുവോ, അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന സന്തോഷവാർത്ത ലഭിക്കുകയും ചെയ്തു. എത്ര തന്നെ പാപം ചെയ്താലും, എത്ര തന്നെ തെറ്റ് ചെയ്താലും അത് അല്ലാഹു ഭൂമിയിൽ നിന്നിട്ട് അവൻ
അവൻ മരണപ്പെടുന്നതിന് മുമ്പ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി തൽക്കാലമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമെങ്കിലും അവൻ സ്വർഗത്തിൽ കടക്കും എന്ന ഉറച്ച തീരുമാനം തൗഹീദ് സംരക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ തൗഹീദോടുകൂടി മരിക്കാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ, അഥവാ മരണപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തൗഹീദോടുകൂടി മരിക്കാൻ സാധിക്കുക? ജീവിക്കുമ്പോൾ തൗഹീദിന്റെ ഉടമയായിട്ട് ജീവിക്കണം. ജീവിക്കുമ്പോൾ ആ സകലം അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുനെ മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം അറുത്ത്, ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ അങ്ങേയറ്റം അമിതമായ സ്നേഹം സ്നേഹിച്ച്, ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ അമിതമായ ഭയപ്പെട്ട്, അതൊന്നും ഷിട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലതല്ല, ഷിട്ടാവിനോട് മാത്രമുള്ളതാണ്. എല്ലാം വരമേൽപ്പിക്കുക അത് അള്ളാഹുലേക്ക് മാത്രമാണ്. എല്ലാം ചെറുതും വലുതും ചോദിക്കപ്പെടുക അത് അള്ളാഹുവിനോട് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി ആ വജ്ഹത്തിന്റെ തത്വം അനുസരിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അർത്ഥിക്കുക എന്ന് എല്ലാ ദിവസവും 17 തവണ മടക്കി പറയുന്നതായ വാക്ക് ജീവിതത്തിൽ പകർത്തുന്നവരാണ് ആര്? മുവഹിദ്. അങ്ങനെയുള്ള മുവഹിദായി ജീവിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരിക്കുമ്പോൾ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ലെങ്കിലും അവൻ തൗഹീദോടുകൂടി മരിക്കാനുള്ള ചാൻസ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ തൗഹീദോടുകൂടി ഒരാൾക്ക് മരിക്കാൻ ചാൻസ് കിട്ടിയാൽ അള്ളാഹു പറയുന്നു റസൂലിനോട് മെഹറാജിന്റെ രാത്രിയിൽ, മുഹമ്മദേ, നിങ്ങളുടെ ഉമ്മത്തുകൾ എന്നിട്ട് ആരാണ് തൗഹീദോടുകൂടി മരിച്ചവര്, ആരാണ് ശിർക്ക് ചെയ്യാത്ത മരിച്ചവര്, ആരാണ് എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചവരും മരിച്ചവരും, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഈ സന്തോഷ വാർത്തയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വീണ്ടും മടങ്ങി വന്ന ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലെങ്കിൽ മഖ്ദിസിലേക്ക് എത്തിയപ്പോൾ അവിടെ നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിരുന്നു. അതൊക്കെ അത്ഭുതങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നബിമാർക്ക് നേതൃത്വം വെച്ചുകൊണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ചെറിയ രാത്രിയിലൂടെ മാത്രം ആ നേർക്ക് നേരെ ഇൽമുൽ യഖീനിലൂടെ അറിഞ്ഞ കാര്യങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് ഇൽമുൽ യഖീനിലൂടെ അഥവാ വിജ്ഞാനത്തിലൂടെ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാക്കിയതായ റസൂലിന് ഐനുൽ യഖീനിലൂടെ അറിയാനുള്ള ചാൻസ് കിട്ടി. എന്താണ് ഐനുൽ യഖീന്? കണ്ണുകൊണ്ട് കണ്ടറിയാനുള്ളതായ ചാൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു. അതിൽ ആ യാത്രയിൽ, നീണ്ട യാത്രയിൽ സ്വർഗവും നരകത്തിൽ നിന്ന് സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചും സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചൊക്കെ ഉള്ളതായ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ, അഥവാ ബർസഖിയ ജീവിതത്തിൽ മനുഷ്യന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതായ ആ ജീവിതത്തെ കുറിച്ച്, ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, അതിനെക്കുറിച്ചെല്ലാം സൂചന നൽകുന്നതായ ഹദീസുകൾ ഇസ്രാന്റെ ഹദീസിലും മിറാജിന്റെ ഹദീസിലും കാണാം. അതെല്ലാം അവിടെ നിന്ന് കാണാൻ സാധിച്ച അത്ഭുതങ്ങളിൽ പെട്ടതായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ റിസാലാത്തുകൾ, ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഉണ്ടായിരുന്ന റിസാലത്ത്, ആ റിസാലത്ത് അവസാനം വരുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ റിസാലത്തിന്റെ സമാപനം കുറിക്കുന്നത് വരെയുള്ളതായ ആ രത്നച്ചുരുക്കം, ആ നബിമാരെ എല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടലിലൂടെയും അവരുമായിട്ട് സംസാരിക്കാൻ ചാൻസ് കിട്ടലിലൂടെയും അവരുടെ നേതൃത്വം വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ ചാൻസ് കിട്ടലിലൂടെയും അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈമാനിനെ കെട്ടുറപ്പുള്ള ഈമാനിന്റെ ഉടമയാക്കി മാറ്റാനും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഇസ്ലാമിന് വേണ്ടി ഇതുവരേക്കും റസൂലുള്ള മക്കയിൽ ജീവിച്ചതായ 13 വർഷത്തിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതായ ആ സമർപ്പണത്തെക്കാളും വലിയ സമർപ്പണങ്ങൾ പോരാട്ടങ്ങളിലൂടെ, മത്സരങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെയെല്ലാം അവരുടെ അനുചരന്മാരോടുകൂടി മദീനയിലേക്ക് പോയതിനു ശേഷം ചെയ്യാനുള്ളതായ ചെങ്കൂറ്റവും കഴിവും കൽപ്പും കരുത്തും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന് വീണ്ടെടുക്കുവാനും ഉണ്ടാക്കിയെടുക്കുവാനുള്ളതായ ചാൻസ് ആ ഇസ്രാ ആകുന്ന അത്ഭുത സംഭവത്തിലൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം റസൂലുള്ളാഹിക്ക് സാധിക്കുകയും ചെയ്തു, അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മക്ക ഇമാമ് തുടരുന്നു. ഈ സംഭവം ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുണ്ട്. അത് മക്ക ഇമാമിന്റെ പോക്കറ്റ് എന്ന് പറയല്ല, അതും കൂടി കേൾക്കുന്നവരും ശ്രോതാക്കളും മനസ്സിലാക്കണം. അത് നമ്മുടെ ഇമാമുകൾ പറഞ്ഞതായ ശൈലിയാണ്. ഇമാമുകൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് അറിയാമോ? ഇസ്രാനെ കുറിച്ച് സംഭവിച്ചത്, ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് ഏത് സന്ദർഭത്തിലാണ് എന്നതിൽ 6 അഭിപ്രായം ചുരുങ്ങിയാൽ, 10ഓളം അഭിപ്രായം കാണാൻ സാധിച്ചു. അതിൽ 6 അഭിപ്രായം ചുരുങ്ങിയാൽ കാണാം. അതിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബേസത്ത് കിട്ടിയതായ അതേ വർഷത്തിലാണ് എന്നൊരു അഭിപ്രായം. അല്ല, റസൂലുള്ളാഹിക്ക് ബേസത്ത് കിട്ടിയതിന്റെ നുബുവത്ത് കിട്ടിയതിന്റെ 5 കൊല്ലത്തിന് ശേഷമാണെന്നൊരു അഭിപ്രായം. മൂന്നാമത്തത് 10ാമത്തെ വർഷം റജബ് മാസം 27. ഈ 3 അഭിപ്രായത്തിനെയും ഈ 6 അഭിപ്രായങ്ങളിൽ നിന്നിട്ട് 3 അഭിപ്രായങ്ങളെയും പണ്ഡിതന്മാരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷവും തള്ളിയിരിക്കുകയാണ് നമ്മുടെ നേതാക്കൾ. അതിന് കാരണം പറഞ്ഞത് ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത് നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിലായിരുന്നു. 10ാമത്തെ വർഷത്തിൽ റജബിലല്ല, റമദാനിലാണ്. റമദാനിന് മുമ്പാണല്ലോ റജബ്, ശഅബാൻ, റമദാൻ. അപ്പോൾ റമദാനിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സന്ദർഭത്തിൽ ചരിത്രകാരന്മാര് ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മയ്യത്ത് നമസ്കാരം റസൂലുള്ളാഹി നമസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മയ്യത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഒരു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. എപ്പോൾ? ആ സന്ദർഭത്തിൽ. എന്തുകൊണ്ട്? ഇസ്രാവും മിഅ്റാജും നടക്കാത്തത് കൊണ്ട്. ഇസ്രാവും മിഅ്റാജും നടന്ന രാത്രിയിലാണ് എന്ത് സംഭവിച്ചത്? നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ മയ്യത്ത് നമസ്കാരം ഇല്ലാത്ത രൂപത്തിലാണ് ഖബറടക്കപ്പെട്ടത്. ആ സന്ദർഭത്തിൽ മയ്യത്ത് നമസ്കാരം ഇല്ല. അതോടുകൂടി ഈ നിങ്ങൾ കേട്ടതായ 3 അഭിപ്രായവും തള്ളപ്പെടുകയുണ്ടായി. അതിനുശേഷം വരുന്നതായ അഭിപ്രായമാണ് 5ാമത്തത്. ഹിജ്റക്ക് മുമ്പുള്ളതായ 1 വർഷം മുമ്പാണ്, 2 മാസം മുമ്പ് മുഹറമിലാണ്. അതുപോലെ തന്നെ ഹിജ്റക്ക് മുമ്പുള്ളതായ 1 വർഷം മുമ്പ് റബീഉൽ അവ്വലിലാണ് എന്നൊക്കെ വേറെ 2-3 അഭിപ്രായങ്ങൾ വേറെയുണ്ട്. അതുപോലെ തന്നെ ഹിജ്റക്ക് മുമ്പ് 6 മാസം മുമ്പാണ് എന്ന്. ഇങ്ങനെയുള്ള 3 അഭിപ്രായം വേറെയുമുണ്ട്. അതിൽ നിന്നിട്ട് ഏതാണ് ശരി എന്നത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുള്ള കാര്യമാണ്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഹിക്മത്ത് കൊണ്ടായിരിക്കാം. എപ്പോഴാണെന്ന്, ഏത് മാസമാണെന്നും ഏത് വർഷമാണെന്നും ലോകത്തിന് അറിയാത്തതും അറിയിക്കാത്തതും അള്ളാഹു അലം. ആ ചർച്ചകൾ ഞാൻ എന്റെ പോക്കറ്റ് എന്ന് പറയല്ല. അതൊക്കെ നമ്മുടെ ഇമാമുകൾ, നമ്മുടെ പണ്ഡിതന്മാർ പണ്ട് തന്നെ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രോഡീകരിച്ച് സ്ഥിരീകരിച്ച് പോയതായ യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവരുടെ ഇടയിൽ ഈ വിഷയത്തിൽ ഉണ്ട് എന്നത്. അതുകൊണ്ട് മക്ക ഇമാം തുടരുന്നു. ആ ദിവസം ഏതാണെന്ന് പ്രത്യേകം നമ്മുടെ വകയിൽ ഈ അഭിപ്രായങ്ങൾ നട്ട് ഏതെങ്കിലും അഭിപ്രായം തിരഞ്ഞെടുത്തിട്ട് ആ അഭിപ്രായം അനുസരിച്ചിട്ട് ആ ദിവസം നോമ്പ് പിടിക്കുകയോ ആ ദിവസം പ്രത്യേക അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുക എന്നത് അത് അനിസ്ലാമികമാണ്. അത് ഇബാദത്തല്ല. അത് റസൂലുള്ളാഹിയുടെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ നോമ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ സൂര്യപ്രകാശം പോലെ നമ്മുടെ മുമ്പിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ റമദാൻ മാസത്തിന്റെ അവസാനത്തിലുള്ളതായ സിത്ത ഷവ്വാൽ എന്ന് പറയുന്ന ഷവ്വാൽ 6 നോമ്പുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുണ്ട്. എല്ലാ മാസത്തിലും 13, 14, 15 അല്ലെങ്കിൽ ആ മാസത്തിന്റെ ആദ്യത്തെ 3 ദിവസം, അവസാനത്തെ 3 ദിവസം, അതുപോലെ തന്നെ അറഫ ദിവസം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ നോമ്പുകളിൽ പെട്ടതാണ് എന്ത്? മുഹറം മാസത്തിലുള്ളതായ 9-ാം ദിവസവും 10-ാം ദിവസവും എന്നീ നോമ്പുകൾ. ധാരാളം നോമ്പുകൾ, സുന്നത്തുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നോമ്പുകളെ കുറിച്ച് മാത്രം എഴുതിയതായ ഗ്രന്ഥങ്ങൾ ഞാൻ കേരളത്തിൽ 50 കൊല്ലം 60 കൊല്ലം മുമ്പ് ജീവിച്ചപ്പോൾ പഠിച്ചതായ 10 കിതാബ് എന്ന 12 കിതാബിലൊക്കെ അവിടെ കിതാബ് സൗമി എന്ന പേരിൽ കിതാബ് തന്നെയുണ്ട്. ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പെട്ടതാണെന്ന് നൂറുൽ ബസാറും കിതാബ് സൗമൊക്കെ. ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാളും പഠിച്ചാളും പള്ളി ദർസിൽ ഓതിയാളുമാണല്ലോ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മനുഷ്യൻ. ആ ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊന്നും ഷഅബാനിലുള്ളതായ വറാത്ത് നോമ്പോ അതുപോലെ തന്നെ റജബിലുള്ളതായ 27 നോമ്പോ കാണാൻ സാധിക്കുന്നതല്ല. ഷഅബാനിലുള്ളതായ നോമ്പിനെ കുറിച്ച് ചർച്ചയുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടതാണോ അല്ലേ എന്നതിൽ. എന്നാൽ റജബ് 27ന്റെ നോമ്പ് അത് സ്ഥിരീകരിക്കപ്പെട്ടതേ അല്ല. അങ്ങനെയുള്ള ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. മക്ക ഇമാം ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ത്? ലോക മുസ്ലിങ്ങൾക്ക് പാഠമാണ്. നാം വല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന, അഥവാ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ കരളായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതും അവരിൽ നിന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ടതുമായ ഇബാദത്തല്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ റസൂലുള്ളാഹിയുടെ പ്രവർത്തനം, റസൂലുള്ളാഹിയുടെ കൽപ്പന ഇല്ലാതെ, റസൂലുള്ളാഹി കൽപ്പിച്ച കൽപ്പനകളല്ലാതെ ഖുർആൻ കഴിഞ്ഞാൽ നമുക്ക് വസീലയായിട്ടില്ല. അങ്ങനെയുള്ള ആ വസീലയാകുന്ന അമലുസ്സാലിഹാത്തുകളിൽ, സൽക്കർമ്മങ്ങളിൽ എന്തില്ല? റജബിൽ ഒരു പ്രത്യേക ഇബാദത്തില്ല.
അതേസമയത്ത് റജബ് മാസം അത് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസത്തിൽ 4 മാസത്തിലൊരു മാസമാണ്. അതിൽ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ മറുവശവുമായിട്ട് നാം പോരാട്ടം ആരംഭിക്കാൻ പാടില്ല. പോരാട്ടം അവരാരംഭിച്ചാൽ അവരോട് പോരാടൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതായിരിക്കാം. പക്ഷേ അത് യുദ്ധം ഹറാമായ മാസമാണ്. അതേസമയത്ത് ആ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ പാപങ്ങൾ കട്ടികൂടും. എണ്ണം കുറഞ്ഞതാണെങ്കിൽ വണ്ണത്തിൽ വളരെ കട്ടികൂടിയതായ തെറ്റായി മാറും. ഈ മാസത്തിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ എന്ന പ്രത്യേകത ആ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് കാണാം. അത് ആ 4 മാസങ്ങൾ പേരെണ്ണിയിട്ട് 4 മാസത്തെ പറഞ്ഞിട്ടില്ലെങ്കിലും 4 മാസം എന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. പേരെണ്ണിയത് നമ്മുടെ അനുശീത നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതുകൊണ്ട് തന്നെ ആ 4 മാസങ്ങളെ മുഹറം മാസം അതുപോലെ തന്നെ റജബ് മാസം അതിൽപ്പെട്ടതാണ്. തുടർച്ചയായിട്ട് ദിൽഹിജ്ജ, അത് ഹജ്ജിന് വേണ്ടി ഹാജിമാർക്ക് ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിൽപ്പെട്ടതായിരിക്കാം. ആ മാസങ്ങളിൽ യുദ്ധത്തെ ഹറാമാക്കിയതായ മാസങ്ങൾ, അവർ ചെയ്യുന്നതായ അമലുകൾ പവിത്രതയുള്ള മാസങ്ങൾ ചെയ്യാൻ വേണ്ടി അത് സെലക്ട് ചെയ്തതായിരിക്കാം ഹാജിമാർക്ക് വേണ്ടി. എന്നാൽ അതേസമയത്ത് റജബും ആ ഇനത്തിൽപ്പെട്ടതാണ്. ഏത് ഇനത്തിൽ? ആ യുദ്ധം ഹറാമായ മാസങ്ങളിൽ പെട്ടതാണ്. എന്നാൽ അതേസമയത്ത് റജബിൽ ഇല്ലാത്തതായ ആഘോഷങ്ങളോ അനാചാരങ്ങളോ പ്രാർത്ഥനകളോ ആരാധനകളോ പ്രത്യേകമായിട്ട് ചെയ്യുക എന്നത് അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പ്രത്യേകം ഇന്ന് മക്ക ഇമാമ് അള്ളാഹുവിന്റെ കഅബയുടെ മുമ്പിലുള്ളതായ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഉണർത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് സംസാരിച്ചത് ഷെയ്ഖ് അഹമ്മദ്, ഡോക്ടർ അഹമ്മദ് ബിൻ ഹമീദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിഷയം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയവുമായിട്ട് ടച്ചായ കാര്യമാണ്. നാം എപ്പോഴും അള്ളാഹുമായുള്ള മുറാഖബത്തോടു കൂടി ജീവിക്കണം. മൻ റാഖബൽ അസീസ ലഖിയല്ലാഹ ബിദഅവതി ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുത്ബ ആരംഭിച്ചത്. ആ അസീസായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ മുറാഖബത്ത് നടത്തിയും കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കഴിവിനെ കൽപ്പന മനസ്സിലാക്കി അവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ ആ സകലം അത് അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ശർറൻ യറ. ഒരാൾ അണുവിന്റെ അത്ര അമൽ ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹു കാണുന്നുണ്ട് എന്ന ഇന്നഹു യറാക ഹീന തഖൂം, നിങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതും രാത്രി ഉണർന്ന് നിസ്കരിക്കുന്നതും അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്ന സുജൂദ് ചെയ്യുന്നവരോടൊപ്പം സുജൂദ് ചെയ്യുന്നതും അല്ലാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് മറച്ചു വെച്ചത് വരെ അല്ലാഹു അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ അല്ലാഹുവിനോട് മുറാഖബത്ത് ഉണ്ടാവുക. ആ മുറാഖബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ജനങ്ങളെ പരലോകത്തിലേക്ക് യാത്രയാക്കപ്പെടുന്നതായ ആ പരലോക ദിവസത്തിൽ അന്ത്യനാളിൽ നീ എന്നെ നിന്യപ്പെടുത്തി കളയരുതേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പെടാൻ സാധിക്കുന്നതാണ്. അവിടെ അന്തസ്സുള്ള ജീവിതം ജീവിക്കാനും അഭിമാനമുള്ള ജീവിതം ജീവിക്കുവാനും. ആരെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹുമുൽ ഫായിസൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് അല്ലാഹു പറഞ്ഞതായ ഇനത്തിൽപ്പെടാനും സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഇനത്തിൽപ്പെടുന്നവരിൽ നാം പെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. റഹിമല്ലാഹു ഇംറഅൻ, അല്ലെങ്കിൽ റഹിമല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എങ്ങനെയുള്ള അടിമയാണ് അദ്ദേഹം? അവന്റെ നഫ്സിന് ശിക്ഷണ നൽകി ജീവിക്കുന്ന മനുഷ്യനാണ്. അവൻ ശിക്ഷണ നൽകുന്നത് എന്തിൽ കൂടിയാണ്? അള്ളാഹുവിന്റെ കിതാബിനെ അവൻ പഠിക്കേണ്ടതുപോലെ ഗ്രഹിക്കേണ്ടതുപോലെ മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്തലിലൂടെ, എന്നിട്ട് ആ കിതാബിനെ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖായിദാക്കിയതുപോലെ, നേതൃത്വമാക്കിയതുപോലെ നമ്മുടെ ഗ്രന്ഥം അഥവാ അള്ളാഹു ഇറക്കിയതായ ആ അത്ഭുത ഗ്രന്ഥം നമ്മുടെ ഖായിദാണ്. ആ ഖായിദായ ആ നേതൃത്വത്തിന്റെ ബേക്കിലാണ് നാം അണിനിരക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃകയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ഖുർആനിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, അതിൽ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രകാശമുണ്ട്, അതിന്റെ ബേക്കിൽ അണിനിരക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചതാണല്ലോ ഖുർആനിൽ. അങ്ങനെയുള്ളതായ ആ പ്രകാശത്തിന്റെ ബേക്കിൽ അണിനിരന്നു കഴിഞ്ഞാൽ നാം എല്ലാ സന്ദർഭത്തിലും, അത് തൊള്ള കൊണ്ടാവട്ടെ, പ്രവർത്തനം കൊണ്ടാവട്ടെ, തെറ്റുകളിൽ നിന്നിട്ട് ഒഴിവാകൽ കൊണ്ടാവട്ടെ, അള്ളാഹിനെ സ്മരിച്ചു കൊണ്ടേ ഇരിക്കുന്നവരിൽ പെടാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യും. അങ്ങനെയുള്ളവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ ആരെങ്കിലും ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എങ്ങനെയാണ് അല്ലാഹു ഓർക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിലുള്ളതായ ആ മഹാത്മാക്കളാകുന്ന മലക്കുകളുടെ പരിസരത്തിൽ അവന്റെ പേര് അവിടെ അനൗൺസ് ചെയ്യുകയും അവന് മഹാ സ്റ്റാൻഡേർഡ് നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ മദീന ഇമാം പറയുകയാണ്, ഐനുൽ ബസറും ഐനുൽ ബസീറയും, 2 കണ്ണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു കണ്ണ് നമ്മുടെ മുമ്പിലുള്ളതായ ഈ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ ആ കണ്ണാണ്, അത് ഐനുൽ ബസറാണ്. ഐനുൽ ബസീറ ഹൃദയ കണ്ണാണ്. ഹൃദയ കണ്ണാണ് നാം ക്ലിയർ ആക്കേണ്ടത്. ഹൃദയ കണ്ണ്
കണ്ണ് ക്ലിയറാക്കിയവൻ അവന് മറ്റേ കണ്ണുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ആ കണ്ണ് ക്ലിയറാക്കണമെങ്കിൽ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിനെ ചിന്തിക്കുന്നില്ല? എങ്ങനെ ചിന്തിക്കേണ്ടത്? നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ചിന്തിച്ചിട്ട് മതമുണ്ടാക്കലല്ല. ആ ഖുർആനിൽ പറഞ്ഞ നിയമങ്ങളെ, വിധികളെ, വിലക്കുകളെ പഠിച്ച് അതിലുള്ള അത്ഭുതങ്ങളെ മനസ്സിലാക്കി അതിലൂടെ നാം അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക്, അള്ളാഹുവിന്റെ കഴിവിലേക്ക്, അള്ളാഹുവിന്റെ കൽപ്പിലേക്ക് നമുക്ക് എത്താനുള്ളതായ കഴിവുണ്ടാക്കി തീർക്കുക. അതാണ്. അല്ലാത്ത പക്ഷം സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക, നിങ്ങളുടെ ഹൃദയം മരവിച്ചതായി മാറിപ്പോയി എന്ന് അള്ളാഹു മറ്റുള്ള വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതുപോലെ നാമും ആ വിഭാഗത്തിൽ പെട്ടുപോകുന്നതാണ്. ഫഹിയ കൽ ഹിജാറ, അത് കല്ലുപോലെയായി മാറി. ഔ അശദ്ദു ഖസ്വ, അതിനേക്കാളും കട്ടിയുള്ളതായ ഹൃദയമായി മാറി. വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അന്നാർ, യഥാർത്ഥത്തിൽ കല്ലുകളുടെ കൂട്ടത്തിൽ അഥവാ പർവ്വതങ്ങളുടെ കൂട്ടത്തിലൊക്കെ നമുക്കറിയാം യതഫജ്ജറു മിൻഹുൽ അന്നാർ, നെഹറുകൾ പൊട്ടിയൊലിക്കുന്നതായിട്ട് നമുക്ക് കാണാം, നദികൾ പൊട്ടിയൊലിക്കുന്നതായിട്ട് കാണാം. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, അപ്രകാരം തന്നെ അത് പൊട്ടി തകർന്നിട്ട് അതിൽ നിന്നിട്ട് വെള്ളം ഒഴുകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മീതേ 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 നിന്ന് പർവ്വതത്തിൽ നിന്നിട്ട് പെട്ടെന്ന് വലിയ വലിയ പടുകൂറ്റം കല്ലുകൾ താഴെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അള്ളാഹ് പറയുന്നു അത് എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണ്. കല്ലുകൾ അള്ളാഹിനെ ഭയപ്പെടുന്നു, പർവ്വതങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് വെക്കുമ്പോൾ ഇവരുടെ ഹൃദയം അതിനേക്കാളും കട്ടിയുള്ള ഹൃദയമായി മാറി. ജൂതന്മാരെ പോലത്തവരുടെ ഹൃദയത്തെ കുറിച്ച് അങ്ങനെയുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശേഷിപ്പിച്ച ഇനത്തിൽ നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാനാണ് നേരത്തെ ഞാൻ പറഞ്ഞതായ ഐനുൽ ബസരി വൽ ബസീറ എന്ന ആ രണ്ട് കണ്ണ് നമുക്കുണ്ടാവാൻ വേണ്ടി, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം പാടുപെടണം എന്ന് പറയാൻ കാരണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മദീന ഇമാമ് പ്രസംഗിച്ച പ്രസംഗവും കുറച്ച് നീളമുള്ളതാണ്. നാം നമ്മുടെ ടൈമിന്റെ പരിമിതി അനുസരിച്ചിട്ട് ഷോർട്ടാക്കിയതാണ്. അപ്പോൾ ഗഫലത്ത് കയറിക്കൂടിയതായ മഹാമാരകമായ ഹൃദയ രോഗത്തിൽപ്പെട്ടതാണ് ഗഫലത്ത്. ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അല്ലാഹു അശ്രദ്ധനല്ല എന്ന് പറഞ്ഞതായ ആ റബ്ബ് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന ആ കൽപ്പനയെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ, അഥവാ ഹൃദയത്തിനുള്ള കണ്ണ് നല്ല തുറന്ന കണ്ണുള്ളവരായി മാറുവാൻ, അതിലൂടെ ഖുർആനിനെ പഠിക്കുവാൻ, അതിലൂടെ സുന്നത്തിനെ പഠിക്കുവാൻ, അതിലൂടെ സന്മാർഗത്തിലേക്ക് എത്തുവാൻ നാം പാടുപെടുക. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വർഗ്ഗലോകത്തിലേക്ക് എത്തുവാനും റസൂലുള്ളാഹിന്റെ ബേക്കിൽ നിൽക്കുവാനും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കുവാനും സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സഹാബാക്കളോടൊപ്പം താബിഈങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം അവർക്ക് മുമ്പെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ മറ്റു നബിമാരോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുവാനും കടക്കുവാനും ചാൻസ് ലഭിക്കുകയുള്ളൂ. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഇനത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും പെടുത്തുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകട്ടെ. നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അതുപോലെ തന്നെ നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.